ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഔഷധ സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് കേശ സംരക്ഷണത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് കറ്റാർവാഴ എണ്ണയുടെ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ലാസ്റ്റ് വന്നൊരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: എണ്ണ തയ്യാറാക്കി ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായി മാറിയതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മെസ്സേജ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും. അത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മുടി കൊഴിച്ചിലുള്ളവർ ആദ്യം ഹീമോഗ്ലോബിൻ, അതുപോലെ തൈറോയിഡ്, ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇതൊക്കെ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ഹെയറിൽ അപ്ലൈ ചെയ്താലും അതിനുള്ള റിസൾട്ട് ഉണ്ടാവില്ല. കാര്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആരോഗ്യരക്ഷ ഔഷധ സസ്യങ്ങളിൽ പ്രധാനപ്പെട്ട കേശൌഷധമാണ് കയ്യോന്നി അഥവാ കയ്യുണ്യം. ഇതിന് നിങ്ങളുടെ നാട്ടിൽ മറ്റു പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ്. ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് എങ്ങനെയാണ് എണ്ണയും അതുപോലെ തന്നെ കയ്യോന്നിയും എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് കയ്യോന്നി നീര് എടുക്കുക. ആ ഒരു കണക്കിന് വേണം എടുക്കാനായിട്ട്. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കയ്യോന്നി നീരും അതനുസരിച്ച് കുറച്ചെടുക്കുക. ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന വിധം ഞാൻ പല വീഡിയോകളായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോകളുടെ ലിങ്ക് കാണാം. ഇപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്, വീഡിയോ ലിങ്ക് തരുന്നതാണ്. കയ്യോന്നിയുടെ ഇലയും തണ്ടും പൂവും എല്ലാം തന്നെ നമുക്ക് എണ്ണ തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഒന്ന് കഴിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയും എള്ളെണ്ണയും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. മുടി വളർച്ചയെ സഹായിക്കുന്ന എണ്ണകളാണ് വെളിച്ചെണ്ണയും എള്ളെണ്ണയും തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു കോമ്പിനേഷനിൽ എടുക്കാം. മിക്സ് ചെയ്തിട്ടും വേണമെങ്കിലും എടുക്കാം. ഓയിൽ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു 30 മിനിറ്റ് സമയമാണ് ഏകദേശം വേണ്ടി വരുന്നത്. മുടി വളർച്ചയെ വർദ്ധിപ്പിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും കയ്യോന്നി എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. തലയോട്ടിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത്. എങ്കിലും ഞാൻ മുടിയിൽ ഫുൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരുപാടല്ല കേട്ടോ, ഒരല്പം എടുത്തിട്ട് ഞാൻ മുടിയിൽ അറ്റം വരെ, അതായത് മുടിയുടെ അറ്റത്തും കൂടി പുരട്ടാറുണ്ട്. അല്ലെങ്കിലാണ് മുടിയുടെ അറ്റം പിളരുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ താരൻ ഉള്ളവർക്കും ഇത് നല്ല വിശേഷപ്പെട്ട ഒരു എണ്ണ തന്നെയാണ്. താരൻ മാറ്റുവാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഈ കയ്യോന്നി എണ്ണയ്ക്ക് തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു സവിശേഷമായ കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി വളർച്ചയെയും അതുപോലെ മുടിയുടെ ആരോഗ്യത്തെയും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പലരും നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയക്കാറുണ്ട് പല ആയുർവേദ എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഉപയോഗിക്കുന്നവർ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് താളി ഉപയോഗിക്കാനായിട്ട് മിക്കവാറും ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒന്ന് തന്നെയാണ് കയ്യോന്നി ഉപയോഗിച്ചിട്ടുള്ള താളി തയ്യാറാക്കാനുണ്ട്. ഇലയും പൂവും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും ഒക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് കഴുകിയ ശേഷം ഇടിച്ചു പിഴിഞ്ഞ് എടുത്താൽ മതി. ഇത് നമുക്ക് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ദൂരെയൊക്കെ ഉള്ളവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത് പൊടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും ഇതിൻ്റെ പൊടി. എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ ഹെർബൽ പൗഡേഴ്സ് തയ്യാറാക്കുന്ന ആൻറ്റു കുറച്ച് ഹെർബൽ പൗഡേഴ്സ് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും ഈ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്യൊന്നിക്ക് ഒരല്പം തണുപ്പ് കൂടുതലാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ തലയിൽ എണ്ണയും താളിയും ഒക്കെ അമിതമായിട്ട് തേക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ അളവിൽ തേക്കുക. താളി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് വേണം തേക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം, എണ്ണ ഓവർനൈറ്റ് തേച്ചിട്ട് രാവിലെ കഴുകി കളയുന്ന ശീലം കുറേ പേർക്കുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണയ്ക്ക് ഒരല്പം തണുപ്പ് കൂടുതലായതുകൊണ്ട് പനി, ജലദോഷം എന്നിവയൊക്കെ വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെ പെട്ടെന്ന് പനിയൊക്കെ വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ പനിക്കൂർക്ക ഇല കൂടി നമുക്ക് അതിൻ്റെ നീര് കൂടി ചേർത്തിട്ട് തയ്യാറാക്കിയാൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ തീർച്ചയായും സാധിക്കും. ശരീരത്തിൽ പിത്തം അധികരിച്ചു കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കയ്യോന്നി അത്തരം മുടികൊഴിച്ചിൽ അകറ്റാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ മുടിയുടെ ആരോഗ്യം സംരക്ഷിച്ച് മുടി വളർച്ചയെ ശക്തമാക്കുന്നു. 2 ആഴ്ച കൊണ്ട് തന്നെ
നമുക്ക് ഈ മുടി കൊഴിച്ചിലിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. മുടി നന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതിന് വളരെ നല്ല ഒരു ആയുർവേദ ഔഷധ സസ്യം തന്നെയാണ് കയ്യോന്നി. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ പറിച്ച് കളയണ്ട, അതവിടെ നിന്നോട്ടെ. ഇതുപോലെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെയും ഉണ്ട് ഒരുപാട് ആരോഗ്യ സംരക്ഷണത്തിന്, അതായത് ഹെൽത്ത് ഇഷ്യൂസിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, പിന്നീട് ഒരിക്കൽ പറയാം. പിന്നെ ഒരു ചെറിയ കാര്യം, മുടി കൊഴിച്ചിലുള്ളവർ ആഹാര കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെല്ലാം കഴിക്കണം എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക, ഞാൻ ലിങ്ക് തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക. അവർക്കും ഇത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് മറുപടി തരാനും സാധിക്കുകയുള്ളൂ. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.